ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട്, അതായത് പാലും മിൽക്ക് മെയ്ഡും ജലാറ്റിനും മാത്രം ഉപയോഗിച്ച് ഒരു പുഡിങ് തയ്യാറാക്കാം. അതിനായി ആദ്യം ജലാറ്റിൻ 3 സ്പൂണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാന്റ് മെയ്ഡായിട്ടുള്ള ജലാറ്റിനും ഉണ്ട്, ആനിമൽ മെയ്ഡായിട്ടുള്ളതും ഉണ്ട്. ഞാനിവിടെ ആനിമൽ മെയ്ഡായിട്ടുള്ള ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അലിയിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ ജലാറ്റിന് 5 സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് അലിയിച്ചതിന് ശേഷം അത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ്. ടിന്നിൽ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പൗച്ചിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അതായിരിക്കും നല്ലത്. കാരണം ബാക്കിയുണ്ടെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ നല്ലത് അതാണ്. ഇത് 210 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ്. ഇത് പൂർണ്ണമായിട്ടും ഞാൻ പാലിലേക്ക് ചേർക്കുന്നുണ്ട്. പാല് തിളച്ച് വരുമ്പോഴേക്കും മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. മധുരത്തിനായിട്ട് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. മിൽക്ക് പുഡിങ് തയ്യാറാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേക സ്വാദായിരിക്കും. മിൽക്ക് മെയ്ഡ് നന്നായി ഇളക്കി പാലുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നന്നായി കുതിർന്നിങ്ങനെ കട്ടിയായിട്ടിരിക്കും ജലാറ്റിൻ. ഇത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അലിയിപ്പിച്ച് കൊടുക്കാം. അടിക്ക് പിടിക്കാൻ നന്നായി ഇളക്കി അലിയിപ്പിച്ച് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി ചെറിയ ബൗളുകളിലായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.